ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, പലരും ചോദിക്കുകയുണ്ടായി മൈ ചർച്ചിൻ്റെ ഞായറാഴ്ച കൂട്ടായ്മ എപ്രകാരമാണെന്ന്. അതിനെക്കുറിച്ച് ഇന്നൊന്ന് ചെറുതായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൈ ചർച്ചിൻ്റെ കുടുംബ കൂട്ടായ്മകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തും ഞങ്ങൾ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മൈ ചർച്ചിൻ്റെ ഭാഗമാകുവാനും കുടുംബ കൂട്ടായ്മകൾ ആരംഭിക്കുവാനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ 1.25 മണിക്കൂറിൽ കൂടുതൽ നീണ്ടുപോകില്ല. അപ്രകാരമാണ് മൈ ചർച്ചിൻ്റെ സ്ഥാപകനും മുഖ്യ മാർഗദർശിയുമായ എ.വി. തോമസ് അച്ചായൻ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടുകളോടെ കൂട്ടായ്മ ആരംഭിക്കും. വിശുദ്ധ വേദപുസ്തകം വായിച്ച് അതിൻ്റെ പൊരുളുകൾ നമ്മൾ പങ്കുവയ്ക്കും. ഉപദേശിമാരുടെ നീണ്ട പ്രസംഗങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ തന്നെ വചനം വായിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃത്യസമയത്ത് തന്നെ പിരിയും. തുടർന്ന് ആ ആഴ്ചത്തെ സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സമയം ചെലവിടും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയത് തിരുവനന്തപുരം RCCയിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഭക്ഷണ വിതരണം നടത്തുകയുണ്ടായി. ഇത് വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പരസ്യം ചെയ്യുകയാണെന്ന് ദയവായി ആരും കരുതരുത്. ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇപ്രകാരം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ശ്രമം മാത്രമാണ് ഇത്. ഓർക്കുക, കേരളത്തിൽ ഏതാണ്ട് 65 ലക്ഷത്തിൽ പരം ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് കണക്ക്. ഞായറാഴ്ചകളിൽ നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരികെ വീട്ടിൽ പോകുന്നു. പള്ളികളുടെ വരുമാനം 1 രൂപ വെച്ചിട്ടാൽ പോലും എത്രയെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. കോടികളുടെ വരുമാനം ലഭിക്കുന്ന പള്ളികൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരാൾക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരാൾക്ക് ഭക്ഷണം നൽകുവാൻ സാധിച്ചാൽ കേരളത്തിൽ ഒരു ഞായറാഴ്ച തന്നെ നമുക്ക് കുറഞ്ഞത് 65 ലക്ഷം പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുവാൻ സാധിക്കും. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഒരു തരത്തിലുള്ള പണം വാങ്ങുന്നില്ല. ദശാംശമില്ല, മാസവരിയില്ല, സ്തോത്ര കാഴ്ചകൾ പിരിക്കുന്നില്ല. സഹായം നൽകുവാൻ എന്ന് പറഞ്ഞ് ആരുടെ കയ്യിൽ നിന്നും പണവും വാങ്ങുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി ഒരാളെ സഹായിക്കുവാൻ പറ്റുമെങ്കിൽ ദയവായി അത് ചെയ്യുക. അതിന് ഞങ്ങൾ ഒരിക്കലും ഇടനിലക്കാരാകുകയില്ല. നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം നമ്മളാൽ കഴിയുന്ന സത്പ്രവർത്തികൾ ചെയ്താൽ നമ്മുടെ ഈ പ്രവർത്തനം മൂലം ജനങ്ങൾ തിരിച്ചറിയണം ഇവർ ആരാണെന്ന്. അതിന് സകല സഭകൾക്കും പ്രചോദനമേകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓരോ ആഴ്ചയും നമുക്ക് ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ കാണും. മൈ ചർച്ചിൻ്റെ ഭാഗമാകുവാൻ ഓരോരുത്തരെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ തിരുവനന്തപുരം കൂട്ടായ്മയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് പ്രവർത്തിക്കാൻ, ഇത് ഭാഗമാക്കാനുവാൻ, ഈ ആശയങ്ങൾ മുന്നോട്ട് കണ്ടുപോയി എത്തിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നിൽ ദൈവമുണ്ട്, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനം ആണ് ദൈവത്തിന്റെ ആലയം, ഞാൻ ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയാം. അപ്പം നമ്മൾ കൂടി വരുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്നും നമുക്കറിയാം. 1-2 പേർ 1 നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ നമ്മള് മതത്തിൻ്റെതായ ചില അടിമത്തങ്ങളിലേക്ക് വീണ്ടും പോയിപ്പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പോരായ്മകളെ തിരുത്തിക്കൊണ്ട് വീണ്ടും മടങ്ങി ഒരു യഥാസ്ഥാപനത്തിന്റെ ഒരു ശുശ്രൂഷയാണ് ശരിക്കും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വ്യവസ്ഥാപകമായി ഇപ്പോഴുള്ള പലതിൻ്റെയും എതിരെ നമ്മൾ സംസാരിക്കുന്ന ചില ഭാഷകളൊക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും സത്യം തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം സത്യം എപ്പോഴും ഒരല്പം വേദന ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ
അല്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വീണ്ടും ഒരു അടിമനുഭവത്തിലേക്ക് പോകാനാണ്. മടങ്ങി ദൈവ സമാധാനം അനുഭവിച്ച് ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നതിനെ അനുഭവിക്കാനാണ് ദൈവം നമ്മളെ ഇവിടെ ഭൂമിയിൽ ദൈവവചനവും ക്രിസ്തുവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ താങ്കളെയൊക്കെ കണ്ടാൽ അറിയാം, ഞാൻ എന്റെ സഭയെ പണിയും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഈ ഞാൻ ആരാണെന്നോ വ്യക്തമായിട്ട് ഒരാൾക്ക് വെളിപ്പെട്ടാൽ കാര്യങ്ങൾ വളരെ എളുപ്പം. ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് കേൾവി കൊണ്ട് നിനക്ക് മനസ്സിലാവും, ചിലപ്പോൾ ചില അറിവ് കൊണ്ട് മനസ്സിലാവും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ജഡരക്തങ്ങളുടെ നിലവാരത്തിലുള്ള ഒരു അറിവല്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുപരിയായി പിതാവാകുന്ന ദൈവം നിനക്ക് വെളിപ്പെടുത്തി അതിന്റെ ആശയങ്ങളെ, അതിന്റെ അർത്ഥങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോഴാണ് നിനക്ക് ആ പ്രകാരം ജീവിക്കാൻ പറ്റുന്ന ആശയമൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല നമ്മുടെ കൂട്ടങ്ങൾ അവസാനം വരുമ്പോൾ പരാജയപ്പെടുന്നു അല്ലേ? അവിടെ പാതാള ഗോപുരങ്ങൾ ജയിക്കുന്ന തക്കവണ്ണം അവർ ആയിത്തീരുന്നു. തുടക്കം ഭയങ്കര ഭംഗിയായിരുന്നു പലതിന്റെ, ഇല്ലേ? നല്ല ആത്മീയത ഉണ്ടായിരുന്നു പലതിന്റെ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ പലതും വന്ന് അതിനകത്തേക്ക് ചേർന്ന് കാലക്രമത്തിൽ എന്ത് സംഭവിക്കുന്നു? ആ ദൈവികമായ കാര്യങ്ങൾ അതിനകത്തുനിന്ന് മാറ്റപ്പെട്ട് മാനുഷ്യമായ ക്രമങ്ങളും മാനുഷ്യ കൽപ്പനകളും അതിനകത്തേക്ക് കയറി വന്ന് സാവകാശത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ കൂട്ടങ്ങളെല്ലാം മറ്റൊരു നിലവാരത്തിലേക്ക് നീങ്ങും. അപ്പൊ ഇതിന് ഏക പരിഹാരം യേശു ക്രിസ്തു എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയും. ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടല്ല കാര്യം. നമുക്ക് അതിനായിട്ട് നമ്മുടെ കരങ്ങളിൽ എഴുതപ്പെട്ട ദൈവവചനം നമ്മുടെ കയ്യിൽ ദൈവം തരാം. ഇന്ന് മലയാളത്തിൽ പല രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇംഗ്ലീഷിലും പല ഭാഷകളിലും അതിനെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലരും വചനത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനാണ് കൂടുതലും ചെവി കൊടുക്കുന്നത്. യഥാർത്ഥത്തില് നമ്മൾ എങ്ങനെയുള്ളവരായിത്തീരണം? ദൈവം എനിക്ക് പിതാവാണെങ്കിൽ ഞാൻ ആ പിതാവിൽ നിന്നാണ് ചിലത് പഠിക്കുന്നത്. ദൈവം എന്റെ ഇടയനാണെങ്കിൽ ആ ഇടയിൽ നിന്നാണ് ഞാൻ ആടുകളായ ഞാൻ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മുടെ കൂട്ടായ്മകളുടെ അടിസ്ഥാനം ദൈവവചനം, മറ്റു ഒരു ആശയങ്ങളുമല്ല, മറ്റു മാനുഷ്യമായ ഒരു കൽപ്പനകളും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മകൾ കടന്നു വരുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ വചനം ധ്യാനിക്കും. രണ്ട്, ആത്മീയമായ പാട്ടുകൾ, കഴിവതും പഴയ പാട്ടുകളൊക്കെ വളരെ അർത്ഥമുള്ള പാട്ടുകളൊക്കെ എടുത്ത് ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ ആരാധിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും എന്നോടൊന്നുള്ള പ്രഥമവും പ്രാധാന്യവുമായ ഉള്ള ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തിയാണ് നമ്മുടെ കൂട്ടായ്മകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ മധ്യേ ഒരാൾക്ക് ആ ദൈവത്തിന്റെ ആലോചനകളെ പറയത്തക്കവണ്ണം ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ച് ബലവത്താക്കി ദൈവം കൊണ്ടുവരും. അത് നമ്മുടെ മധ്യയിൽ നിന്നാണ് ദൈവം നിവൃത്തി കൊണ്ടുവരുന്നത്, അല്ലാതെ മറ്റൊരു ക്രമീകരണത്തിലല്ല. അതെന്തിനാ പറഞ്ഞു വരുന്നറിയാമോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റു ചില വിസങ്ങളും മറ്റു ചില താല്പര്യങ്ങളും ഒക്കെ ഇതിലേക്ക് വരും. നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇത് നോൺ ഡിനോമിനേഷനാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു ബാധ്യതയും ഇല്ല. ഏക ഉത്തരവാദിത്വവും ബാധ്യതയും കർത്താവായ ദൈവത്തോടും വചനത്തോടും മാത്രം. സ്വകാശം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ദൈവ വചനത്തെ പഠിക്കുന്നവരായി തീരണം, അത് ധ്യാനിക്കുന്നവരായി തീരണം, അതിൽ ശ്രദ്ധ ഉള്ളവരായി തീരണം. അതിന് പകരം ഇന്ന് പലരും എന്ത് ചെയ്യും? യൂട്യൂബ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ TV ചാനലുകളിൽ അല്ലെങ്കിൽ സഭകളിലൊക്കെ പോയി ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആശയങ്ങളെ അവർ തരുന്നതിനെ സ്വീകരിച്ചിട്ട് ജനം എന്നൊരു കൺഫ്യൂഷനിലെത്തി. പലരെയും ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് വ്യക്തതയില്ല. ചിലർ ചോദിക്കും, ഇനി അടുത്ത എന്ത് പരീക്ഷണം? ഈ ചർച്ച കഴിഞ്ഞ് പല ചർച്ച കഴിഞ്ഞ് ഇനി ഏത് ചർച്ചയിലോട്ടാണ് പോകുന്നത്? ഇനി അടുത്തൊരു പരീക്ഷണത്തിന് സമയമുണ്ടോ എന്ന് തുടങ്ങി ജനത്തിന് കൺഫ്യൂഷനാണ്. അത് തന്നെയല്ല, നമ്മുടെ മക്കളായിട്ട് ശ്രദ്ധിച്ച് പലർക്കും
ദൈവത്തിലുള്ള വിശ്വാസം അവർ കൊണ്ടുപോയത് കാണുമ്പോൾ ഭയം തോന്നുന്നത് ഇല്ലേ? കാരണം എന്താണ്, ഇങ്ങനെ പലതരം കാപട്യങ്ങൾ, കപടതകൾ, ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല, വന്ന് നമ്മുടെ തലമുറകൾക്ക് ദൈവമില്ലാതായി തീരുമോ എന്നുള്ള ഭയം സത്യമായും എന്റെ ഉള്ളിൽ വർഷങ്ങൾക്ക് വരുമ്പോഴാണ് ഞാൻ എനിക്കായിരുന്ന എന്റെ ജോലിയിൽ നിന്നും വരുമാനത്തിൽ നിന്നും പിന്മാറി ഈ ഒരു ക്രമീകരണത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. തലമുറയെ കുറിച്ചൊരു ഭാരമുണ്ട്. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഇനി ഞാൻ പറയുന്നത് ഒരു സഭയുടെ ടീച്ചിങ് അല്ല പഠിക്കുന്നത്, ഒരു സഭയുടെ തത്വത്വയല്ല നമ്മൾ നോക്കേണ്ടത്. സത്യമായത്, ഘനമായത്, ഉയരത്തിലുള്ളത് പ്രാപിക്കത്തക്കവണ്ണം, നൽകി തരത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഉണർന്നിരിക്കും. അതാണ് കർത്താവ് തമ്പുരാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇവിടുന്ന് കർത്താവ് പോകുമ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇനി എന്താണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ശരിക്കും വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് മതത്തിനെതിരെയാണ് സംസാരിച്ചത്. മതപുരോഹിതന്മാർക്കെതിരെ, പരീശന്മാർക്കെതിരെ, ദൈവമുണ്ടെന്നുള്ള വ്യാജേന പ്രവർത്തിക്കുന്ന അതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച് ചാട്ടവാർ എടുത്തത് പോലും ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് മുഖാന്തരം അത് എന്തുമാത്രം വ്യക്തവും സ്പഷ്ടവുമായി ദൈവം പുത്രനെ ഭൂമിയിലാക്കുമ്പോൾ ഇങ്ങനെ മാനുഷികരമായ ദൈവമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് ജനം അവരുടെ ജീവിതം പാഴാക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്ന് പറഞ്ഞതിനെ നമ്മൾ ഇനിയും തിരിച്ചറിയാതെ ഇരുന്നാൽ നമ്മളെന്താ സംഭവിക്കാൻ മതിയോ? ഭയങ്കര അടിമത്തത്തിലേക്ക്. ഇപ്പോൾ തന്നെ അടിമത്തത്തിന്റെ വ്യാപാരം ഭയങ്കര ശക്തമാണ്. ഞാൻ ആ വിഷയങ്ങളിൽ കയറുന്നില്ല. ഇല്ല, പല വിധത്തിലും ഇല്ലേ. മൈസെൽസ് എന്ന് പറയുന്നത് അങ്ങനെ അടിമത്തത്തിൽ കൊണ്ടുപോകാനല്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരാൻ, ഓരോരുത്തരും ദൈവത്തിൽ എക്യുപ്പായി തീരുവാൻ, ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവമുണ്ടെന്നുള്ള ബലം ഉണ്ടാകേണ്ടതിന്, അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിലായി തീരേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വചനമെടുത്ത് പഠിച്ചാൽ അറിയാം, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വചനത്തിൽ തന്നെയുണ്ട്. ഇന്നത്തെ എന്റെ പ്രത്യേകത, പലരും എന്താണ്, ചിലർ കുപ്പായം ഇട്ടും ചിലർ കുപ്പായം ഇടാതെയും ദൈവത്തിനും മനുഷ്യനും മധ്യേ നിലനിൽക്കുക. എല്ലാം ഒന്ന് തന്നെ അവസാനത്തിൽ. പക്ഷെ വചനം എന്താ പറയുന്നത്? ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുരോഹിത വർഗത്തെ നമ്മൾ ചിലർക്കൊക്കെ മനസ്സിലാവും അവർ കാണിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതേ നാണയത്തിൽ വസ്ത്രമിടാതെയും കുറെ ജനം അതേ നിലവാരത്തിൽ വന്നിരിക്കും. അപ്പം കഴിഞ്ഞുപോയ പഴയ നിയമപ്രകാരമുള്ള ന്യായപ്രമാണത്തിന്റെ പാവോന്നത്തിന്റെ ആ ക്രമീകരണങ്ങൾ തീർന്നു പോയിട്ടും ആ മുഴുവൻ പൂർത്തീകരിച്ച് കർത്താവ് ഒരു പുതിയ നിയമം, ജീവന്റെ ആത്മാവിന്റെ പുതിയ നിയമം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും അടിമനിയമത്തിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിന് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും നമ്മളെ ഓർപ്പിക്കുക. ഇത്ര സ്നേഹം, ഇത്തരമായ നമ്മളോടുള്ള കരുതല് ഈ വചനത്തിൽ കൂടി വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഇനി തള്ളിപ്പായും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചത് നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് അനാഥരായി വിടാനല്ല നമ്മളെ വിളിച്ചത്. നമുക്ക് വേണ്ടത് എന്താണ്? വചനത്തിൽ കൂടി മുഴുവൻ തരത്തക്കവണ്ണം, പ്രത്യാശ തരത്തക്കവണ്ണം, നമ്മുടെ ജീവന് വേണ്ട ഉപദേശങ്ങൾ തരത്തക്കവണ്ണം, നമ്മളെ വന്ന് ഓർപ്പിച്ച കാര്യങ്ങളെ നടത്തത്തക്കവണ്ണം ദൈവം എന്താണ് സകലത് ക്രമീകരിച്ചിരിക്കുന്നു. എന്താ പറയുക? പഴത്ത് വായിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനുശേഷം അവസാനിക്കുമ്പോൾ എന്താ പറയുന്നത്? എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. കേട്ടോ? അപ്പൊ പിതാവിനെ വെളിപ്പെടുത്തി കിട്ടത്തക്കവണ്ണം ഒരു പുത്രനെ നമുക്ക് ലഭിച്ചു, കർത്താവ് രക്ഷകനെ നമുക്ക് ലഭിച്ചു, പാപമോചനത്തിനായിട്ടുള്ള സകലതും ചെയ്തു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുന്നവന് ഉള്ള ആ ഭാഗ്യ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പരം ഒരു ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയും ഭാഗ്യമാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരിച്ചറിയാവുന്നത്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകേണ്ടതിന് പകരം
വീണ്ടും ഈ മതത്തിന്റെ ചുറ്റുപാട് നമ്മൾ പോയി നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയിരുന്നും ഞങ്ങളുടെ ഓൺലൈൻ കൂട്ടായ്മയുടെ ഭാഗമാകാം. അതിനു വേണ്ടുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഏവരെയും കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. ഏവരെയും ഒരിക്കൽ കൂടി മൈ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു.